ഭീഷണിപ്പെടുത്തി 215 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പത്രിക പിൻവലിച്ചു. ഇതോടെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ ബിജെപിയുടെ 215 സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി കമ്മീഷൻ അറിയിക്കുകയും ചെയ്തു. അഥവാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും മുൻപേ ബിജെപി വിജയിച്ചു, അധികാരവും ഉറപ്പിച്ചു. 5000-ന് മുകളിൽ സ്ഥാനാർത്ഥികളാണ് ഗുജറാത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. അവിടെയാണ് ഈ 215 പേരെ ബിജെപി കോൺഗ്രസ് സ്ഥാനാർത്ഥികളായവരെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിച്ചുകൊണ്ട് വിജയം കരസ്ഥമാക്കിയത്. ഇത് ഏകദേശം മൊത്തം മത്സരിച്ച സീറ്റുകളുടെ 10% വരും. വളരെ അപൂർവമായാണ് ഇത്രയധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാറുള്ളത്. നാളെയാണ് വോട്ടെണ്ണൽ. ഇതിനു മുൻപും ഗുജറാത്തിൽ ഇതുപോലെ സംഭവിച്ചിരുന്നു. അന്ന് 237 സ്ഥാനാർത്ഥികളാണ് ഇതുപോലെ ഒറ്റയടിക്ക് വിജയിച്ചത്, അതും ഭീഷണിയുടെ പുറത്ത് സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിച്ചുകൊണ്ട്. പക്ഷേ അന്ന് 8000-ന് മുകളിൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ആയപ്പോഴേക്കും മത്സരിക്കാൻ ഇറങ്ങുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം കുത്തനെ കുറയുകയാണ് ഉണ്ടായത്. അത് തന്നെ വലിയ ഒരു അപകടമാണ്. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സര രംഗത്തേക്ക് ഇറക്കാൻ പോലും ബിജെപി ഭീഷണിപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കി നിൽക്കെയാണ് ഗുജറാത്തിൽ ഇത്തരത്തിൽ ബിജെപി കപട രാഷ്ട്രീയം കളിക്കുന്നത്. ഗുജറാത്ത് അല്ലേ ബിജെപി കോട്ടയല്ലേ? കോൺഗ്രസിന് വളർന്നു വരാനുള്ള സാഹചര്യം തന്നെ വെട്ടിമാറ്റുക എന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ ബിജെപി അവിടെ പയറ്റുന്നത്. ഏറെ പ്രത്യേകതകളുള്ള ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇക്കുറി നടന്നത്. 2023-ൽ ഗുജറാത്ത് സർക്കാർ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും 27% OBC സംവരണം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സംവരണം നിലവിലുണ്ട്. ഗുജറാത്തിലെ ജുനഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും ഗാന്ധിനഗർ ഉൾപ്പെടെ 66 മുനിസിപ്പാലിറ്റികളിലേക്കും 3 താലൂക്ക് പഞ്ചായത്തുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ജുനഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ 68 മുനിസിപ്പാലിറ്റികൾ, 3 താലൂക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതും നാളെ ഫലം വരുന്നതും.